ഉറപ്പിക്കാൻ പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളും ധനസഹായങ്ങളും കേവലം ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നതിലുപരി ബീഹാറിൽ എൻഡിഎ പരീക്ഷിച്ച് വിജയിച്ച സൗജന്യങ്ങൾ അഥവാ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്ന തന്ത്രത്തിന്റെ രാഷ്ട്രീയ പ്രയോഗമാണ്. വോട്ടർമാരെ, പ്രത്യേകിച്ചും സ്ത്രീകളെ നേരിട്ട് സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ തന്ത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നതിൽ നിർണായകമാണ്. 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ കൂറ്റൻ വിജയത്തിന് വഴി തുറന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വനിതാ തൊഴിൽ പദ്ധതിയാണ്. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും സ്വയം പര്യാപ്തരാക്കുന്നതിനും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഈ പദ്ധതി നേരിട്ടുള്ള പണം കൈമാറ്റം എന്ന രീതിയിലൂടെയാണ് വോട്ടർമാരിലേക്ക് എത്തിയത്. ബീഹാറിലെ 75 ലക്ഷം സ്ത്രീകൾക്ക് ഓരോ ഗുണഭോക്താവിന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം ആദ്യ ഗഡുവായി കൈമാറി. മൊത്തം 75,000 കോടി രൂപയാണ് ഈ പദ്ധതി പ്രകാരം നേരിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പരിശ്രമമായി ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം നൽകി. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 3 ഘടുക്കളായി തുക അവരുടെ കൈകളിൽ എത്തിക്കാൻ ബീഹാർ സർക്കാർ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തി. ബാങ്കുകൾ വഴിയുള്ള ഈ നേരിട്ടുള്ള കൈമാറ്റം പദ്ധതിയുടെ സുതാര്യതയും ആനുകൂല്യം കയ്യിൽ കിട്ടിയെന്ന വിശ്വാസവും സ്ത്രീകളിൽ ഉറപ്പിച്ചു. സാമ്പത്തിക ഭദ്രതയും സ്വയം തൊഴിൽ അവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം വനിതാ വോട്ടുകൾ അപ്പാടെ എൻഡിഎയിലേക്ക് മറിയുന്നതിൽ നിർണായകമായി. പദ്ധതിയുടെ വിജയത്തിൽ എൻഡിഎ വലിയ പ്രാധാന്യം നൽകി. ഈ പദ്ധതിയുടെ ലക്ഷ്യം ഏറ്റവും പാവപ്പെട്ടവരെ ശാക്തീകരിക്കുക എന്നതായിരുന്നു. അതിനാൽ കർശനമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയുമുണ്ടായി. ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ വരുമാനം ആദായ നികുതിക്ക് വിധേയമാണെങ്കിൽ അവർക്ക് അർഹതയുണ്ടായില്ല. സ്ത്രീയോ ഭർത്താവോ ആദായ നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ അയോഗ്യതയാണ്. സ്ത്രീയോ ഭർത്താവോ സർക്കാർ ജോലിയുള്ളവരാണെങ്കിൽ ആനുകൂല്യം ലഭിക്കില്ല. കരാർ ജോലികൾ ചെയ്യുന്നവർക്കും ഈ പദ്ധതിക്ക് അർഹതയില്ല. അർഹരായ സ്ത്രീകളെ മാത്രം ലക്ഷ്യമിട്ട് അവർക്ക് നേരിട്ട് പണം കൈമാറിയ ഈ സൗജന്യ പദ്ധതി എൻഡിഎയുടെ തുടർഭരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ബീഹാറിലെ രാഷ്ട്രീയ വിജയം കണ്ടറിഞ്ഞ പിണറായി സർക്കാർ കേരളത്തിലും സമാനമായ രീതിയിൽ വൻതോതിലുള്ള ധനസഹായ പ്രഖ്യാപനങ്ങളിലൂടെ വോട്ടർമാരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് 1 കോടി കുടുംബങ്ങളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ നീക്കങ്ങൾക്കായി ഏകദേശം 10,000 കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. കുടിശ്ശിക തീർത്ത് തുക വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷനുകൾക്ക്. അതോടൊപ്പം 60 ലക്ഷം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ തുക 1,600 രൂപയിൽ നിന്നും 2,000 രൂപയായി വർദ്ധിപ്പിച്ചു. ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുക നവംബറിൽ തന്നെ വിതരണവും ആരംഭിച്ചു. വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിനായി 1,042 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തു. നവംബറിൽ വർദ്ധിപ്പിച്ച തുകയോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവും നൽകാൻ തീരുമാനിച്ചു. ഇതിനായി 824 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഗുണഭോക്താക്കൾക്ക് നവംബറിൽ 3,600 രൂപ വീതം ഒറ്റത്തവണയായി ലഭിച്ചു. നവംബർ 20 മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തു. ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കി ഉയർത്താൻ പ്രതിമാസം 200 കോടി രൂപയും പ്രതിവർഷം 13,000 കോടി രൂപയും ആവശ്യമുണ്ട്. ബീഹാറിലെ വിജയ മാതൃകയുടെ തനിപ്പകർപ്പായി ഇതിനെ വിലയിരുത്താം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പാവപ്പെട്ട കുടുംബങ്ങളിലെ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് നൽകാൻ തീരുമാനിച്ചു. 31.34 ലക്ഷം സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം ആനുകൂല്യമായി നൽകാൻ തീരുമാനിച്ചു. ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർക്ക് മാത്രമായിരിക്കും ഇത് ലഭിക്കുക. വീട്ടമ്മമാർക്ക് 1,000 രൂപ പെൻഷൻ നൽകാൻ ഒരു വർഷം 3,800 കോടി രൂപ ചെലവ് വരും. ഈ 1,000 രൂപ പെൻഷൻ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിൽ മുഖ്യപ്രചാരണ ആയുധമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ജോലി കണ്ടെത്താൻ യുവാക്കളെ സഹായിക്കുന്ന സ്കോളർഷിപ്പിനായി 600 കോടി രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുവജനങ്ങളുടെ വോട്ടുകളും പിന്തുണയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടിയാണിത്. ബീഹാറിൽ സംഭവിച്ചതുപോലെ കേരളത്തിലെ ഈ വൻ സാമ്പത്തിക കൈമാറ്റങ്ങൾ വോട്ടർമാരിൽ, പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പെൻഷൻ കുടിശ്ശിക തീർക്കുകയും വർദ്ധിപ്പിച്ച തുക നൽകുകയും ചെയ്യുന്നത് സർക്കാരിന്റെ കരുതൽ എന്ന സന്ദേശം ശക്തമാക്കും. കൂടാതെ വീട്ടമ്മമാർക്ക് മാത്രമായി 1,000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചത് സ്ത്രീകളുടെ വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിക്കും. ബീഹാറിലെ എൻഡിഎ ചെയ്തതുപോലെ ഈ ആനുകൂല്യങ്ങൾ നേരിട്ട് കയ്യിൽ കിട്ടിയെന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിലൂടെ വോട്ടർമാർക്ക് സർക്കാരിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിലും സർക്കാരിന് അനുകൂലമായി പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഈ ആനുകൂല്യ പെരുമഴ കേവലം ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നതിലുപരി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള തന്ത്രപരമായ നീക്കമാണ്. ബീഹാറിലെ വിജയം നൽകിയ പാഠം ഉൾക്കൊണ്ട് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിക്കൊണ്ടുപോലും വോട്ടർമാരെ നേരിട്ട് തൃപ്തിപ്പെടുത്താനുള്ള ഈ ശ്രമം തുടർഭരണം ലക്ഷ്യമിട്ടുള്ള തീവ്രമായ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ്.